ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഒരു സ്ഥലം വരെ പോവാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, ഹേമയുണ്ട്. അപ്പം നമുക്ക് അവളുടെ വീട്ടിൽ പോയി അവളെ വിളിച്ചുകൊണ്ട് വേണം പോകാൻ. അപ്പം നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഹേമേനെയും കൂട്ടി നമ്മൾ പോവുകയാണ്. ഹേമ കുറച്ച് മുമ്പോട്ട് നടന്നു കേട്ടോ. അവൾ ഡോർ അടയ്ക്കാൻ മറന്നു എന്നൊരു ഡൗട്ട്. അപ്പം ഞാൻ അവളുടെ വീട്ടിൽ ഡോർ അടച്ചോ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നമുക്ക് കാണാം, അടുത്തേക്ക് വരാം. അപ്പം നമുക്ക് പോണ സ്ഥലത്ത് ഇതുകൊണ്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ. അത് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് പൂ വേണം, കുറേ പൂ വേണം തരാം. ഞങ്ങളുടെ കയ്യിലുണ്ട് കുറേ പൂവ്. നിങ്ങൾ ഇവിടുത്തെ പറിച്ചാണോ? പൂ എടുത്തോണ്ട് വാ, പറിച്ചു വെച്ച് പൂ എടുത്തോണ്ട് വാ. ഓൾറെഡി ഇവിടെ കുറേ പൂ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർ കഞ്ഞിയും കറിയും കളിക്കാൻ വേണ്ടി പൂ പറിച്ചെടുത്താണ്. അപ്പം ഈ നമ്മൾ ഈ ഇത് പറിക്കുമ്പോൾ ഈ മൊട്ടുമൊക്കെ ചേർത്ത് വേണം നമ്മൾ പറിക്കാൻ. ഈ താളി പറിക്കുമ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ കൂമ്പാണോ അതോ മൂത്തലയാണോ നല്ലത്? മൂത്തല. അപ്പം മൂത്തല പറിക്കാം ഗൈസ്. തളിരല്ലേ ഇടി നല്ലത്? തളിരാട്ടോ വേണ്ടത്. അവൾക്ക് മന്ദബുദ്ധി, അവൾക്ക് ബോധമില്ലാത്ത. ശരിക്കും തളിരാണ് വേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾക്ക് പിള്ളേർ പൂ കൊണ്ട് തരികയാണ്. താങ്ക് യു. ഒരു കൂടും കൂടെ തരാമോ? കൂട് ഗൈസ് ഇതാണ് നമ്മൾ പോകാൻ പോണ സ്ഥലം. നല്ല രസമല്ലേ ഇടി? പക്ഷെ വീഡിയോയിൽ അത്രയും ഭംഗിയില്ല. കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ? ഞങ്ങൾ പണ്ടിലൂടെ എന്തോരം പോയിട്ടുള്ളതല്ലേ? അല്ലല്ല, അതെ ഇതവിടെ ഒരു പൂ നിൽക്കുന്നില്ല. പണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇത് കാണുമ്പോൾ ഈ പറമ്പിൽ എങ്ങനെ പൂ നിൽക്കുന്നതെന്നുള്ള സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇത് പുഴയുടെ അവിടെ മാത്രമേ ഉള്ളൂ. ഈ റബ്ബർ തോട്ടത്തിലൊക്കെ നല്ല രസമാണ് കാണാൻ. അല്ലടി, ഏപ്രിലിൽ മറ്റേതാടി ആണോ ഗൈസ്? അപ്പം നമ്മൾ വന്നത്, ഇനി ഞാൻ സസ്പെൻസ് തരുന്നില്ല, ഞങ്ങൾ പുഴയ്ക്ക് വന്നാണ് ഗൈസ്. അപ്പം അങ്ങോട്ടുള്ള ഇല്ല കുറച്ച് സീനാണ് സ്ഥലം. എടി ഞാൻ സൂമാക്കിയടി. ഓക്കെ, അപ്പം ഇങ്ങനെ എടി ഞാൻ തെന്നിയ ഫോണുമായിട്ട് നമുക്ക് നിൽക്കണ്ട. ഇവിടെ നിറച്ചിങ്ങനെ പാഴ് പിടിച്ച് കിടക്കും കേട്ടോ. എന്നാടി പേടിയാവക്ക്. അപ്പം ഞാൻ സൂക്ഷിച്ച് പോട്ടെ, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് പേടിയാവും. ഞാൻ വീണ അവൾ ഒറ്റയ്ക്കായി പോലോ എന്ന് പറഞ്ഞിട്ട്. അതെ ഇത് നീ സൂക്ഷിച്ചു വാ, ഞാൻ നിന്നെ പിടിക്കട്ടെ വീഡിയോയിൽ. പതുക്കെ എടി, നീ ആ നല്ല സ്ഥലത്തെ കൂടെ ചവിട്ടി വാടി. ആ ഉണങ്ങിയ സ്ഥലത്ത് ചവിട്ടി വാ. എടി അതാണോ ഉണങ്ങിയത്? നല്ല രസമല്ലേ ഗൈസ് കാണാൻ തന്നെ. ഞാൻ അവൾക്ക് രസമായിട്ട് തോന്നുള്ളത്. എടി നീ അവിടെ കുനിഞ്ഞു വന്നെ. ഇതൊക്കെ മുള്ളാട്ടോ, കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. നല്ല മുള്ളാണ്, ഇഞ്ച മുള്ള്. അപ്പം ഇപ്പം ആരും വരാത്തോണ്ടാട്ടോ ഇങ്ങനെ ഇത്രയും ഡാർക്ക് സീനായിട്ട് കിടക്കുന്നു. ഞാൻ നിൻ്റെ കാലം എടുത്തേക്കണേ. അപ്പോൾ ഗൈസ് നമ്മളെത്തി ഗൈസ് നമ്മുടെ പുഴ. ഞങ്ങൾ ഭയങ്കര പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിനകത്ത്. എടി നീ നോക്ക്, എന്ത് നിഗൂഢമായ സ്ഥലം. തിന്നല്ലേട്ടാ, ചത്തുപോയാ പിന്നെ. എടി ഇവിടെ ഭയങ്കര മാറ്റമാണല്ലോടി. ഞാൻ അത് കുറച്ചാളെ, നീ വന്നിട്ട് ഒത്തിരി ആയില്ല. നല്ലൊരു സീൻ ചിലപ്പോൾ കാണാം. ഒരു ബോട്ടിൻ്റെ ശബ്ദം. ബോട്ടല്ല അത്, ഒരു വള്ളം പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ പുഴ. ശരിക്കും ലക്കിയാണ് ഈ പുഴ ഉള്ളതുകൊണ്ട്. നമുക്കിപ്പം ഗൈസ് നമുക്ക് ഇതേ തണലത്ത് വേണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അലക്കാൻ വന്നത് കേട്ടോ. അപ്പോൾ ഈ തണലത്താണ് നമ്മൾ അലക്കുന്നത്. അവിടെയൊക്കെ ഭയങ്കര വെയിലാണ്.
പണ്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ദേ ഈ കാണുന്ന സ്പേസ് ഉണ്ടോ, അവിടെയായിരുന്നു നമ്മൾ അലക്കുന്നത്. ഇപ്പം ഇവിടെ അലക്കാം. അതെ. അപ്പോൾ ഗൈസ് എനിക്ക് ആ പാറയിലിരുന്ന് ഫോട്ടോ എടുക്കണം. ഞാൻ ഇവർക്ക് ക്യാമറ കൈമാറുകയാണ്. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നീ പിന്നെ ഫോട്ടോ ആക്കിക്കോ കേട്ടോ. മൊത്തം തെന്നി കിടക്കും കേട്ടോ. കേറി എത്തി. ഇവിടെ എന്തോന്ന് ആരുടെ ചെരുപ്പ് വഴി ചത്തുപോയ ചെരുപ്പരി പട്ടി. ഓരോ കൂടെ പോരോ. ഇത് വരും കുഞ്ഞോണ്ട് ചെരുപ്പ്, കുഞ്ഞോണ്ട് രക്ഷപ്പെടുത്തിട്ട് ചെരുപ്പ് കൂടും. പണ്ടൊക്കെ ഞാൻ ഈ നീ പോയിട്ടുണ്ടോ അക്കരയ്ക്ക്? എന്റെ പൊന്നടത് എവിടെ വരെ പോയിട്ടുണ്ടോ എനിക്ക് നീന്താൻ അറിയാട്ടോ. കുഞ്ഞോളെ പക്ഷെ ഇപ്പൊ ഇത് പോകുന്നില്ലല്ലോ. ഇപ്പൊ ചോദിച്ചാ പോകാൻ പറ്റുമോന്ന് വെച്ചാൽ പോകാൻ പറ്റൂല. ഞാൻ കഴിഞ്ഞ വട്ടം ഒരു പ്രാവശ്യം അവിടെ നിന്ന് അക്കരയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എവിടെ എത്തിയപ്പോൾ മുങ്ങിപ്പോയി. എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ആ റിസ്ക് എടുക്കുന്നില്ല. ഞാൻ നിങ്ങളെ അക്കരെ പോയി കാണിച്ചേനെ. നന്നായി. ഹേമ വരുവാണെങ്കിൽ നമുക്ക് പോവാടി അക്കരയ്ക്ക്. നീന്താറിയെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. നിനക്കറിയില്ല നീന്താനാ? ഞാൻ അത്യാവശ്യം മുങ്ങാങ്കുഴി നീന്തുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ പുഴ കൊണ്ട് ഒരു അല്ലടി പ്രളയം വന്നപ്പോൾ മാത്രമല്ലടി നമുക്ക് എന്നാലും വലിയ നാശനഷ്ടമൊന്നും വരില്ല. ആ ഒരു മരം കണ്ടോ, അത് പ്രളയത്തിന്റെ സമയത്ത് മറിഞ്ഞാടിയതാ. സൂമാക്കില്ലാണെങ്കിൽ പ്രളയം വന്നപ്പോൾ ഇവിടെയൊക്കെ മറച്ചു വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ പ്രളയത്തിന് പിന്നെ വെള്ളല്ലേ വന്നെ. മതിയോ എങ്ങോട്ട് കണ്ടോ? അതേപോലെ ഇപ്പൊ ഒരു പാമ്പൊക്കെ ചാടി വരുവാണെങ്കിൽ എന്റെ കുഞ്ഞോളെ നീ വന്നപ്പോ പറഞ്ഞ് ഞാൻ ഓടത്തുള്ള സാധനം വന്നാട്ടോ. ഒരു പാമ്പ് ചാടി നമ്മൾ എന്ത് ചെയ്യും? എന്ത് കുഞ്ഞോളെ നിനക്ക് നല്ലതൊന്നും പറയാനില്ലേ? എനിക്ക് പേടിയാട്ടോ കുഞ്ഞോളെ. നിനക്ക് പേടിയാണോ? എനിക്ക് കുഞ്ഞു പാമ്പെന്ന് എഴുതി കാണിച്ചാ പേടിക്കണേ ഞാൻ. അതിനോടാണോ കർത്താവ് ഞാൻ കൂട്ടുകൊണ്ടോന്നേ? അതിനാണോ കർത്താവ് ഞാൻ കൂട്ടുകൊണ്ടോന്നേ? നീ ഇവിടെ ഇരുന്നില്ലേ ആ കല്ലേല്? വീഡിയോ ആയിരുന്നോ? ആദ്യം കാല് പിന്നെ ഞാന് ഗൈസ് ഇനി അവളുടെ വീഡിയോ എടുത്തരാ യൂട്യൂബിൽ എടുക്കാൻ നരൻ കളിക്കാം. നരൻ ഓഹോ ഹോ ഞാനൊരു നരൻ, പുതുജന്മം തേടിയ നരൻ, ഓ നരൻ ഞാൻ. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ പുഴയക്കൂടെ എന്തെങ്കിലും ഒഴുകി വരുമ്പോൾ പേടിയല്ലേടി? എന്തായാലും ആവാഹിച്ച് വിട്ടേക്കണാണോ എന്നൊക്കെ ഓർത്ത് പേടിയാട്ടോ. അങ്ങനെ പേടിയില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി മറ്റേ അത് പോയി ഗൈസ്. അപ്പം ഞങ്ങൾ അലക്കാനുള്ള പണികൾ നോക്കട്ടെ ഗൈസ്. ബൈ ഗൈസ്. ഈ സമയത്ത് ഞങ്ങൾ പൊന്നൂസിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അപ്പം നമുക്ക് പൊന്നൂസിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കാം. എടുക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഫോണെങ്ങാനും വെള്ളത്തിൽ പോയാൽ അതും വേറെ. അപ്പം നമുക്കൊന്ന് വിളിച്ച് നോക്കാം. എടുക്കാനുള്ള ചാൻസ് കുറവാണ്, കാരണം ഇന്ന് ഡ്യൂട്ടി ഇല്ല അവൾക്ക്. ഉണ്ടടി? ആണോ? ഗൈസ് പൊന്നൂസിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. റിങ് ചെയ്യുന്നുണ്ട്. അവൾ എടുത്തില്ല ഗൈസ്, ചമ്മി ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഒരു ബോട്ട് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. രസമുണ്ട് ഗൈസ്. അപ്പം വീഡിയോയിൽ ഞാൻ കാണിക്കാവേ. എടി ഇവിടെ വലിയ ആഴമില്ലടി. ഹായ്. ചേട്ടൻ ചിരിക്കുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ ഓളം തന്നെ ഉണ്ടോ? കടല് മാതിരി. എന്നടി സമയം നോക്കട്ടെ. ഒരു മഴക്കാറുണ്ട്. ഞങ്ങൾ പുഴയിൽ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്
താളി അരച്ച് തലയിൽ തേക്കാനാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് പറിച്ച വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ താളി നമ്മൾ വീട്ടിലൊക്കെ ചെയ്യണേക്കാളും കൂടുതൽ നമ്മൾ നന്നായിട്ട് തല അലമ്പി കഴുകാനൊക്കെ പറ്റും ഈ താളി ഇവിടെ തേക്കുക അരയ്ക്കുകയാണെങ്കിൽ. അപ്പം അരയ്ക്കാം ഗൈസ്. ഇത് പിടിച്ചോളൂ. കായും മുട്ടും പൂവും പിന്നെ തണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമ്മളിങ്ങനെ അരച്ചെടുക്കും. ഇതിനകത്ത് വേറെയും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സമയമില്ലാത്തതുകൊണ്ടാട്ടോ നമ്മൾ ഇത് മാത്രം അരയ്ക്കുന്നത്. അപ്പോൾ ഇത് അരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ കമ്പും കോലൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ പുഴയിലാണ് ഇത് കഴുകുന്നതുകൊണ്ട് നമ്മുടെ തലേന്ന് അത് പൊക്കോളും. അപ്പോൾ ഇത് തേക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഉള്ള കേട്ടോ. കാണാമോ? അപ്പം എൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ താളിയൊക്കെ തേച്ച് എന്നും കുളിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മുടിയൊക്കെ വളരും. പക്ഷെ പുഴയ്ക്കിപ്പോൾ നമ്മളങ്ങനെ വരാറില്ല അല്ലേടി. അപ്പോൾ എൻ്റെ മുടി കുറവായതുകൊണ്ട് എനിക്ക് ഇത്രയും മതി. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം വെക്കും. അത് കഴിഞ്ഞിട്ട് തല അലമ്പി കഴുകും കേട്ടോ. തല കഴുകാൻ പോവാണ്. അപ്പോൾ ഗൈസ് എൻ്റെ കുഞ്ഞോളെ മതി. ശരിക്കും പോയതാണോ? നീ പേടിപ്പിച്ചാണോ? എടി നീ കൂടെ നീന്ന് കഴിക്കേ. കുഴപ്പമില്ലടി. ഇത് അപ്പം ഇവിടെ അടി ഒഴുക്കുള്ളൂ. വാ കഴുക വേഗം. ആ മതി. നീ അവിടെ നിന്ന് കയറി വന്നേ. അപ്പോൾ ഗൈസ് നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ബൈ. നല്ല മഴയാണ് വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ബൈ.